അറക്കലിൻ്റെ മനക്കലിലേക്ക് സ്വാഗതം. എടാ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വൈറ്റ് ബ്ലഡ് സെൽസിനെ കുറിച്ചാണ്. അതായത് ശ്വേതരക്താണുക്കൾ. ഈ ശ്വേതരക്താണുക്കളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫൻസ് മെക്കാനിസം അത് പലപ്പോഴും പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ കുറേ പിള്ളേർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാർ ഇതിനൊരു കോഡ് പറഞ്ഞു തരുമോ, ഇതിനൊരു സൂത്രവാക്യം പറഞ്ഞു തരുമോ, ഇതിനെന്തെങ്കിലും സ്കീമുണ്ടോ, ലൂപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച കുറച്ച് ഉഡായിപ്പ് പരിപാടികളാണ് ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, ചിലത് നിങ്ങൾക്ക് നമ്മളെ കോഡൊന്നും ആവശ്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പഠിക്കാൻ പറ്റും, ഇതിൻ്റെ ആവശ്യം ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് ആ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുക. ചിലത് ഈ ഒരു കോഡൊക്കെ വെച്ച് കണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല. എന്തായാലും അത് നിങ്ങളെ മൈൻഡ് സെറ്റിന് ഞാൻ വിട്ടുന്നു. ഓക്കെ, നമുക്ക് ആദ്യം ഈ 5 വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ പേര് പഠിക്കാം. 5 വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ പേര് ഓർത്ത് വെക്കാൻ ഒരു ഐഡിയ ഉണ്ട്. എന്താണെന്നറിയോ, നിങ്ങളിതാ നിബുമോൾ ആലോചിക്കുക. ആരാലോചിക്കേണ്ടത്? നിബുമോൾ. ഏത് മോൾ? നിബുമോൾ. ഏത് മോൾ? നിബുമോൾ. എടാ, നിങ്ങൾ റെനമോൾ, ഷിഫമോൾ, നെദമോൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ കുറേ മോളുകളുണ്ട്. ഓക്കെ, എൻ്റെ ഒപ്പം കുറേ ആളുകൾ അങ്ങനെ പഠിച്ചിരുന്നു കോളേജിലൊക്കെ. അതേപോലെ നിങ്ങൾ നിബുമോൾ ആലോചിക്കുക. നിബുമോളിൽ എന്താണ് സാർ? എന്താണ് സാർ? ന്യൂട്രോഫിൽ. എന്താണ്? ന്യൂട്രോഫിൽ. ഇ എന്താണ് സാർ? അത് ഈസിനോഫിൽ. അപ്പോൾ ബി എന്താ സാർ? അത് ബേസോഫിൽ. 3 ഫില്ലുകൾ: ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ. പിന്നെ മോ അത് മോണോസൈറ്റ്. അല്ലെങ്കിൽ എൽ അത് ലിംഫോസൈറ്റ്. അപ്പോൾ നിബുമോൾ ആലോചിച്ച് അത് കിട്ടും. ന്യൂട്രോഫിൽ, ഇ ഈസിനോഫിൽ, ബി ബേസോഫിൽ, എം മോണോസൈറ്റ്, എൽ ലിംഫോസൈറ്റ്. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസിനോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. 2 സൈറ്റുകളും 3 ഫില്ലുകളും. 2 സൈറ്റുകളും 3 ഫില്ലുകളും. ആദ്യം അവരുടെ പേരുകളാണ് പഠിച്ചു വെക്കുക. അപ്പം നിബുമോൾ, ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റ്, എൽ എന്താ? ലിംഫോസൈറ്റ്. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും എന്ത് ചെയ്യുക, ഫങ്ഷൻസ് പഠിക്കാം. ആദ്യം നമ്മൾക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ന്യൂട്രോഫിലിൻ്റെയും മോണോസൈറ്റിൻ്റെയും ഫംഗ്ഷൻ പഠിക്കാം. ഓക്കെ, ന്യൂട്രോഫിലിൻ്റെയും മോണോസൈറ്റിൻ്റെയും ഫംഗ്ഷൻ എന്തിനാ സാർ ആദ്യം അത് രണ്ടും പഠിക്കണം? എടാ, അത് രണ്ടും ഏകദേശം സെയിം ആണ്. അതായത് എൻഗൾഫ് ബാക്ടീരിയ, എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ജേംസ്. അതായത് ജേംസിനെ, കീടാണുക്കളെ, ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പരിപാടിയാണ് ആര്? ന്യൂട്രോഫിലും മോണോസൈറ്റും. അതായത് ഇതാ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു, ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പരിപാടിയാണ് ആര് ഡീൽ ചെയ്യുന്നത്? ന്യൂട്രോഫിലും മോണോസൈറ്റും ഡീൽ ചെയ്യുന്നത്. ഈ വിഴുങ്ങി നശിപ്പിക്കുന്ന പരിപാടിയെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണെന്ത്? ഫാഗോസൈറ്റോസിസ്. എന്താണ്? ഫാഗോസൈറ്റോസിസ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഇതാ ഫാസിൽ. ആരാ ഫാസിൽ? ഇതാ ബഹുമാനപ്പെട്ട ഞാൻ തന്നെ. ഓക്കെ, ഫാസിലിന് ന്യൂമോണിയ. ഫാസിലിന് എന്താണ്? ന്യൂമോണിയ. ഫാസിൽ സാറിന് ന്യൂമോണിയ. കട്ടക്കട്ടെ, വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന്. ഓക്കെ, എനിക്ക് ന്യൂമോണിയ ഒന്നും വന്നിട്ടില്ല, എന്നാലും വന്നു എന്ന് വിചാരിക്കും. ഫാസിലിന് ന്യൂമോണിയ. അപ്പോൾ ഫാസിൽ എന്താണ് സാർ? ഫാസിൽ മീൻസ് ഫാഗോസൈറ്റോസിസ്. എന്താണ്? ഫാഗോസൈറ്റോസിസ്. അതെന്താ ഫാഗോസൈറ്റോസിസ്? അതായത് വിഴുങ്ങൽ പ്രതികരണം. വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഗൾഫ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്തല്ലോ. ഇനി ന്യൂ എന്താണ്? ന്യൂട്രോഫിൽ. എന്താണ്? ന്യൂട്രോഫിൽ. മോണി. അപ്പോൾ അതെന്താണ്? മോണോസൈറ്റ്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് തന്നെ കണക്ട് ചെയ്യാം. ഫാസിലിന് ന്യൂമോണിയ എന്ന് പറയുമ്പോൾ ഫാസിൽ ഇസ് ഈക്വൽ ടു ഫാഗോസൈറ്റോസ്, അല്ലെങ്കിൽ വിഴുങ്ങൽ പ്രതികരണം, അല്ലെങ്കിൽ എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ജേംസ്, അല്ലെങ്കിൽ ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ ആ പരിപാടിക്ക് സഹായിക്കുന്നത് ഫാസിലിന് ന്യൂമോണിയ. അപ്പോൾ ന്യൂട്രോഫിലും മോണോസൈറ്റും. അപ്പോൾ ഫാസിലിന് ന്യൂമോണിയ എന്ന് പറയുമ്പോൾ ഫാസിൽ ഫാഗോസൈറ്റോസിസ്, ന്യൂട്രോഫിൽ മോണോസൈറ്റ്. അപ്പോൾ ന്യൂട്രോഫിലും മോണോസൈറ്റും എന്തിന് സഹായിക്കുന്നു? ഫാഗോസൈറ്റോസിന്, അല്ലെങ്കിൽ വിഴുങ്ങൽ പ്രതികരണത്തിന് സഹായിക്കുന്നു. ഇനി അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കുക, മോണോസൈറ്റ് പേര് തന്നെ എന്താണ്? മോൺസ്റ്റർ. അവൻ ഒറ്റക്കാണ്. അപ്പോൾ അതിന് എത്ര ഫംഗ്ഷൻ ഉള്ളൂ? ഒറ്റ ഫംഗ്ഷൻ ഉള്ളൂ. ഓക്കെ, അതിനൊറ്റ ഫംഗ്ഷൻ ഉള്ളൂ. എന്നാൽ അതേസമയം ന്യൂട്രോഫിൽ അങ്ങനെയല്ല. ന്യൂട്രോഫിൽ ഒറ്റക്കോ ഇരട്ടക്കോ ഒന്നുമില്ല. ന്യൂട്രോഫിൽ 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു എൻഗൾഫ് ബാക്ടീരിയ. രണ്ടാമത്തെ ഫംഗ്ഷൻസ് അങ്ങനെ തന്നെയാണ് പഠിക്കുക. സിന്തസൈസ് കെമിക്കൽസ് ഫോർ ഡിസ്ട്രോയ് ബാക്ടീരിയ. ബാക്ടീരിയകളെ കൊല്ലാൻ, അതായത് ബാക്ടീരിയകളെ നശിപ്പിക്കാൻ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു? രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ലിംഫോസൈറ്റ് പഠിക്കാം. ലിംഫോസൈറ്റ് പഠിക്കാൻ സിമ്പിളാണ്. ലിംഫോസൈറ്റിൽ എന്തുണ്ട്? എല്ലുണ്ട്. എൽ ഫോർ ലവ് അല്ലേ? ലവ് അല്ലടാ, ലവ് ആണ്. നമ്മളിപ്പോൾ ഒരാളെ ലവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ ക്രഷ് അടിക്കുകയാണെങ്കിൽ, ഒരാൾ പ്രണയിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കണ്ണ് കണ്ട എല്ലാ പെൺകുട്ടികളും പ്രണയിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് തോന്നിയ പോലെ മൊത്തം ഞാൻ അങ്ങനെ പ്രണയിക്കുമോ? നാട് മൊത്തം എല്ലാവരും ഇങ്ങനെ ആ കുട്ടി രസമുണ്ട്, ആ കുട്ടിയെ പ്രണയിക്കാം, അടുത്ത കുട്ടിയെ പ്രണയിക്കാം, അങ്ങനെ എല്ലാവരും ഞാൻ പോയി പ്രണയിക്കുമോ? ഇല്ല. നമുക്ക് ഓരോരുത്തരും പെട്ടെന്നൊരു സ്പാർക്ക് അടിക്കലാണ്. നമ്മൾ സ്പെസിഫിക് ആയിട്ട് കറക്റ്റ് കണ്ണിങ് ആയിട്ട് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും. എന്നിട്ട് അയാളെ മാത്രമേ നോക്കുള്ളൂ. അല്ലാതെ അങ്ങനെ എല്ലാവരും പോലെ കോഴിക്കളെ പോലെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയൊന്നുമില്ലല്ലോ.
അതിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടേ നോക്കുള്ളൂ. അപ്പോൾ L ഫോർ ലവ്. ലവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രണയം തോന്നുക, നമുക്ക് സ്നേഹം തോന്നുക, ഇഷ്ടം തോന്നുക, ക്രഷ് തോന്നുക, പ്യാറ് തോന്നുക, മുഹബത്ത് തോന്നുക, അത് വളരെ പ്രധാനപ്പെട്ട പ്രത്യേകം കണ്ണിങ് ആയിട്ടുള്ള ആളുകളോടാണ്. അതായത് നമ്മളെന്താ പറയുക, നമ്മൾ പ്രത്യേകം തിരിച്ചറിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ പ്രണയിക്കുക. അല്ലെങ്കിൽ ഐഡൻറ്റിഫൈസ് ആൻഡ് സ്പെസിഫിക്കലി നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്യും. അത്തരത്തിൽ സ്പെസിഫിക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന അല്ലെങ്കിൽ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന ആളുകളാണ് ആര്, ലിംഫോസൈറ്റ്. അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്യുക. ലിംഫോസൈറ്റ് L ലവ്. നമ്മൾ പ്രത്യേകം തിരിച്ചറിഞ്ഞിട്ട് ഒരാളെ പ്രണയിക്കുള്ളൂ. അതേപോലെ ഇവരുടെ പരിപാടി എന്താ വെച്ചാൽ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞിട്ടേ നശിപ്പിക്കുള്ളൂ. ഐഡൻറ്റിഫൈ ഡിസ്ട്രോയ് ജേംസ് സ്പെസിഫിക്കലി. ജേംസിനെ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യും, സ്പെസിഫിക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും, എന്നിട്ടേ കൊല്ലുള്ളൂ. അപ്പോൾ അത് ആരുടെ ഫംഗ്ഷനാണ്, ലിംഫോസൈറ്റിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ അതിനൊരു കണക്ഷൻ കിട്ടിയില്ലേ, ചെറിയൊരു കണക്ഷൻ കിട്ടിയില്ലേ. ഇനി അടുത്തത് ഈസിനോഫിലാണ്. ഈസിനോഫിൽ വളരെ സിമ്പിളാണ്. ഈസിനോഫിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാന്നറിയോ, ഈസിനോഫിൽ എന്ന് പറയുമ്പോൾ നിങ്ങളെ മൈൻഡിലേക്ക് വരേണ്ട കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ, അതായത് ഈസിനോഫിൽ ഒന്ന് പറയുകയാണെങ്കിൽ ഈസിനോഫിൽ. ഈസി എന്ന് പറഞ്ഞാൽ എന്താ, ഈസി. നോ എന്ന് പറഞ്ഞാൽ എന്താ, നോ. അതായത് ഇത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഏതെന്നറിയോ, ഫോറിൻ ആൾക്കാരെ പ്രണയിക്കല്, ഫോറിനേഴ്സിനെ പ്രണയിക്കൽ, ഫോറിനേഴ്സിനെ വളക്കൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഈസി നോ അതത്ര എളുപ്പമല്ല. എന്ത് ഫോറിനേഴ്സിനെ വളക്കൽ അതത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അഥവാ വളഞ്ഞില്ലെങ്കിൽ, അഥവാ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളെ നാട്ടിലത്തെ പെൺകുട്ടികളെ പോലല്ല. ഇവർ ചിലപ്പോൾ 2 തരും, അടിയൊക്കെ കിട്ടും, അപ്പോൾ ഇവിടെ വീങ്ങും. പക്ഷെ നമ്മളെ നാട്ടിലത്തെ പെൺകുട്ടികൾ ഇപ്പോൾ സ്ട്രോങ് ആട്ടോ, അത് വേറെ കാര്യം, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. എന്തായാലും നമ്മൾക്ക് പഠിക്കാനൊരു കോഡ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഈസിനോഫിൽ എന്ന് പറഞ്ഞാൽ ഇതത്ര ഈസി ഉള്ള പരിപാടിയല്ല. ഏത്, ഫോറിനേഴ്സിനെ വളച്ചാൽ ചിലപ്പോൾ അടിയൊക്കെ കിട്ടും, അപ്പോൾ ഇവിടെക്കാണ് വീങ്ങും. അപ്പോൾ ഇതാ കിട്ടി. ഈസിനോഫിൽ അതത്ര ഈസി ഉള്ള പരിപാടിയല്ല. ഏത്, ഫോറിനേഴ്സിനെ വളക്കൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടി ഫോറിൻ ബോഡീസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ സഹായിക്കുന്നു. ആര്, ഈസിനോഫിൽ. സിന്തസൈസ് കെമിക്കൽസ് ദാറ്റ് ഡിസ്ട്രോയ് ഫോറിൻ ബോഡീസ്. അതായത് ഫോറിൻ ബോഡീസിന്റെ മലയാളം എന്താ, അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. അവിടെ നിന്ന് കണക്ഷൻ കിട്ടിയില്ലേ. അതത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഫോറിനേഴ്സിനെ വളക്കൽ. എന്താ കാരണം, ചിലപ്പോൾ അടിയൊക്കെ കിട്ടും, അപ്പോൾ ഇവിടെക്കൺ വീങ്ങും. അപ്പോൾ രണ്ടാമത്തെ പരിപാടി, വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷൻ കിട്ടണം. ഏത്, ഈസിനോഫിൽ ഇതത്ര ഈസി ഉള്ള പരിപാടിയല്ല. ഏത്, ഫോറിനേഴ്സിനെ വളക്കൽ. അപ്പോൾ സിന്തസൈസ് കെമിക്കൽ ദാറ്റ് ഡിസ്ട്രോയ് ഫോറിൻ ബോഡീസ്. ഓക്കെ, അങ്ങനെ വളച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അടി കിട്ടും, അപ്പോൾ വീങ്ങും. അപ്പോൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അല്ലെങ്കിൽ വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാൻ എല്ലാത്തിനും ഒരു ഹുക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ രീതിയിൽ പഠിക്കാൻ എന്നിട്ട് കണക്ഷൻ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ഇനി ബാക്കിയുള്ളത് ബേസോഫിലിൽ മാത്രമാണ്. ബേസോഫിൽ ഇംഗ്ലീഷ് മീഡിയം എങ്ങനെ ആലോചിക്കുക, ബേസോഫിലിൽ എന്തുണ്ട്, ബി ഉണ്ട്. പിന്നെ ബ്ലഡ് വെസൽസിലും എന്തുണ്ട്, ബി ഉണ്ട്. ബ്ലഡ് സെൽസിലും എന്തുണ്ട്, ബി ഉണ്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ ബേസോഫിലിൻ്റെ പണി, സ്റ്റിമുലേറ്റ് അതർ വൈറ്റ് ബ്ലഡ് സെൽ ആൻഡ് ഡയലേറ്റ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുന്നു, ബ്ലഡ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യാൻ വികസിപ്പിക്കുക. പിന്നെ ബ്ലഡ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉത്തേജിപ്പിക്കുക. അപ്പോൾ 3 എന്തുണ്ട്, ബി ഉണ്ട്. ബേസോഫിലിൽ ബി ഉണ്ട്, ബ്ലഡ് വെസൽസിലും ബി ഉണ്ട്, ബ്ലഡ് സെൽസിലും ബി ഉണ്ട്. അപ്പോൾ ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുന്നു, ബ്ലഡ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി മലയാളം മീഡിയം ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്യാം. അതായത് ബേസിൽ ആരാണ്, ബേസിൽ. പിന്നെ അതേപോലെ തന്നെ ബേസിലിൻ്റെ ഒരു കമ്പനിക്കാരത്തിയാണ് ശ്വേത. എന്താ പേര്, ശ്വേത. പിന്നെ വേറൊരു കമ്പനിക്കാരനാണ് വികാസ്. എന്താണ്, വികാസ്. ഈ ബേസിലും ശ്വേതയും വികാസും ഭയങ്കര കമ്പനിക്കാർ. അപ്പോൾ ബേസിൽ ബേസോഫിൽ, ശ്വേത രക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. പിന്നെ വികസിപ്പിക്കുന്നു. എന്തിനെ വികസിപ്പിക്കുക, രക്തക്കുഴലുകളെ. കാരണം വേറെ ഒന്നും വികസിപ്പിക്കാനില്ല, സിമ്പിൾ. ബേസിലും ശ്വേതയും വികാസും ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ബേസിൽ ബേസോഫിൽ, ശ്വേത രക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. വികാസ് വികസിപ്പിക്കുന്നു. എന്തിനെ വികസിപ്പിക്കുന്നു, രക്തക്കുഴലുകളെ
വികസിപ്പിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു കണക്ഷൻ കിട്ടിയില്ലേ? അപ്പോൾ നിബുമോൾ ഓർത്ത് വെച്ചാൽ ആ 5 ആൾക്കാരും കിട്ടും. പിന്നെ ഓരോ ഫംഗ്ഷൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. എന്നിട്ട് ഈ കണക്ഷൻസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഈസി നോ, അപ്പോൾ ഈസി നോ, ഫോറിനേഴ്സ്, പിന്നെ വളച്ച് കഴിഞ്ഞാൽ അടി കിട്ടും, അപ്പോൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, വീങ്ങൽ പ്രതികരണം, പിന്നെ ലൊവ്വാണ്, അപ്പോൾ പ്രത്യേകം തിരിച്ചറിഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, നശിപ്പിക്കുള്ളൂ. കാരണം നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്തിട്ടാണ് കുട്ടികളെ പ്രണയിക്കുക. പിന്നെ അതേപോലെ തന്നെ മോണോസൈറ്റ്, ഫാസിലിന് ന്യൂമോണിയ, ഫാസിൽ ഫാഗോസൈറ്റോസിസ്, വിഴുങ്ങൽ പ്രതികരണം, മോണോസൈറ്റ്, ന്യൂട്രോഫിൽ, ന്യൂമോണിയ, ന്യൂട്രോഫിലും മോണോസൈറ്റും ഫാഗോസൈറ്റോസിസിന് സഹായിക്കുന്നു. ഓക്കെ, അതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, കണക്റ്റ് ആക്കുക, കണക്ഷനിലൂടെ ഉഷാറായിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് എഴുതുക. അങ്ങനെയെങ്കിലും ഇതിൻ്റെ മുത്തുമണികൾ എന്ത് ചെയ്യുക, ജസ്റ്റ് താഴെ ഇതൊന്ന് കമൻറ്റ് ചെയ്യണം. അതായത് ഫാഗോസൈറ്റോസിസിന് സഹായിക്കുന്ന 2 വൈറ്റ് ബ്ലഡ് സെൽസ്, ശ്വേതരക്താണുക്കൾ ഏതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. ഗുഡ് ബൈ, സീ യു സൂൺ. വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫസിൽ സർ. ഓക്കെ.